നിത്യച്ചെലവുകൾ നടക്കുന്നത് IMF അടക്കമുള്ള ഏജൻസികളുടെ സഹായത്താലാണ്. എന്നിട്ടും ക്രിപ്റ്റോ കറൻസിയിൽ ഭാഗ്യം പരീക്ഷിക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. US മാതൃകയിൽ ആദ്യ സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. അത് പാകിസ്ഥാന്റെ കാര്യമല്ലേ, നമ്മൾ എന്തിന് ചർച്ച ചെയ്യുന്നുവെന്ന് ചിന്തിക്കാൻ വരട്ടെ. പാക് സൈന്യത്തിന്റെ സാന്നിധ്യവും ട്രംപ് ഫാമിലിയുടെ ക്രിപ്റ്റോ കമ്പനിയുമായുള്ള സഹകരണവുമാണ് പാക് നീക്കങ്ങളെ സംശയമുനയിലാക്കുന്നത്. പാകിസ്ഥാന്റെ കൈവശമുള്ള ഡിജിറ്റൽ സ്വത്തുക്കൾ സംരക്ഷിക്കാനാണ് ക്രിപ്റ്റോ ശേഖരമെന്നാണ് പാക് വിശദീകരണം. പാകിസ്ഥാനിൽ 2 കോടി ആളുകൾ ക്രിപ്റ്റോ ഇടപാടുകൾ ചെയ്യുന്നുണ്ടെന്നാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവയെ നിയമവിധേയമാക്കാനും നികുതി ഈടാക്കാനും അതുവഴി വിദേശ നിക്ഷേപം ആകർഷിക്കുവാനുമാണ് പാകിസ്ഥാന്റെ പദ്ധതി. എന്നാൽ ഇത്രയധികം ക്രിപ്റ്റോ കറൻസികൾ മൈൻ ചെയ്തെടുക്കാൻ പറ്റിയ ഡേറ്റാ സെന്ററുകൾ പാകിസ്ഥാൻ എങ്ങനെ സംഘടിപ്പിക്കും? ഇവിടെയാണ് ട്രംപിന് ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിന്റെ രംഗപ്രവേശനം. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ കമ്പനി പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടത്. ഇതിൽ ട്രംപിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ എന്ന് US അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും തമ്മിലുള്ള ആശയവിനിമയങ്ങളെല്ലാം ഹാജരാക്കാൻ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ക്രിപ്റ്റോ നിക്ഷേപം തീവ്രവാദത്തിനുള്ള സഹായമാകുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഭീകരാക്രമണം, പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കരാർ, പിന്നാലെ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം, ദുരൂഹമായ ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം.